കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 740 സൂറത്തുൽ മുഅ്മിനൂൻ ആയത്തുകൾ 23 മുതൽ 61 വരെ. പേജ് നമ്പർ 1195. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكته ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. قال رب انصرني بما كذبون. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. فقل رب أنزلني منزلا مباركا وأنت خير المنزلين. إن في ذلك لآيات وإن كنا لمبتلين ثم أنشأنا من بعدهم قرنا آخرين فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. ولئن أطعتم بشرا مثلكم إنكم إذا لخاسرون. أيعدكم أنكم إذا متم وكنتم ترابا وعظاما أنكم مخرجون. هيهات لما توعدون. إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. إن هو إلا رجل افترى على الله كذبه وما نحن له بمؤمنين. قال رب انصرني بما كذبون. قال عما قليل ليصبحن نادمين. فأخذتهم الصيحة بالحق فجعلناهم عثاء فبعدا للقوم الظالمين. ثم أنشأنا من بعدهم قرونا آخرين ما تسبق من أمة أجلها وما يستأخرون
ثم أرسلنا رسلنا تترى كلما جاء أمة رسولها كذبوه فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين إلى فرعون وملئه فاستكبروا وكانوا قوما عالين فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون فكذبوهما فكانوا من المهلكين ولقد آتينا موسى الكتاب لعلهم يهتدون وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون فذرهم في غمرتهم حتى حين أيحسبون أنما نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 741, സൂറത്തുൽ മുഅ്മിനൂൻ ആയത്ത് 23, പേജ് നമ്പർ 1195. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നിശ്ചയമായും നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം നിയോഗിച്ചു. ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുവീൻ, അവൻ അല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല. ആരാധിക്കുവീൻ എന്ന് പറഞ്ഞപ്പോൾ മാത്രം എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത വചനത്തിൽ വേറെ ഇലാഹില്ലെന്ന് പറഞ്ഞതുകൊണ്ടും അനേകം ആയത്തുകളിൽ മാത്രം എന്ന് തെളിയിച്ചു പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമ ഈ വിഷയം വ്യക്തമാക്കുന്നത് കൊണ്ടും മാത്രം എന്ന് ചേർത്ത് മനസ്സിലാക്കണം. ഇബാദത്തിന് ആരാധന എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവൻ കാഫിറാണെന്ന് വരും. അഫലാ തത്തഖൂൻ, എന്നാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? ആരാധിക്കപ്പെടുവാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം വ്യക്തമാണ്, നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നേടാൻ കഴിയാത്ത ആവശ്യങ്ങളും തടുക്കാൻ കഴിയാത്ത അപകടങ്ങളും മരണാനന്തരമുള്ള രണ്ടാം ജീവിതവും സംബന്ധിച്ചാണ് ആരാധിക്കേണ്ടി വന്നത്. ആ കാര്യത്തിൽ ഒന്നും ചെയ്യുവാൻ നിങ്ങളുടെ ഇലാഹുകളെ കൊണ്ട് കഴിയുകയില്ല. എല്ലാം കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതോടുകൂടി പ്രവാചകൻ വന്നിട്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് പറ്റി? ആയത്ത് 24. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് നിഷേധികളായിട്ടുള്ള പ്രധാനികൾ പറഞ്ഞു, മഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇയാൾ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. പേജ് നമ്പർ 1196. യുരീദു അൻ യതഫദ്ദല അലൈക്കും,
അയാൾ നിങ്ങളുടെ മേലെ മഹത്വം നേടുവാൻ ആഗ്രഹിക്കുന്നു. വലൗ ശാ അല്ലാഹു ലഅൻസല മലായികതൻ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ മലക്കുകളെ ഇറക്കുമായിരുന്നു. മാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കളിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ പൂർവികന്മാരാരും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു പുതിയ വിഷയമാണ്, അതുകൊണ്ട് ഞങ്ങളിത് സ്വീകരിക്കാൻ ഒരുക്കമില്ല. നോക്കുക, പൂർവികരുടെ മാർഗം പിൻപറ്റണമെന്ന വാശിയാണ് എല്ലാ കാലത്തും സത്യനിഷേധികൾ സ്വീകരിച്ച മാർഗം. അതായത് പൂർവികരുടെ മാർഗം എന്ന് പറഞ്ഞാൽ അവരുടെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ കാക്കക്കാരണവന്മാരുടെ മാർഗം. അവർ സത്യത്തിലാണെങ്കിലും അല്ലെങ്കിലും അതിനെ പിൻപറ്റുക എന്ന രീതി തെറ്റാണ് എന്നാണ്. എന്നാൽ അവർ സത്യത്തിലായിരുന്നുവെങ്കിൽ അത് പിൻപറ്റണം തീർച്ചയായിട്ടും. ആയത്ത് 25, ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ, ഇവൻ ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ മാത്രമാകുന്നു. ഫതറബ്ബസു ബിഹി ഹത്താ ഹീൻ, അതിനാൽ ഒരു സമയം വരെ ഇവനെപ്പറ്റി നിങ്ങൾ കാത്തിരിക്കുകയും എന്നും അവർ പറഞ്ഞു. ബുദ്ധിഭ്രമം നിമിത്തമാണ് ഇവൻ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വബോധം വന്നാൽ ഒക്കെ ശരിയാകും, നമുക്ക് കാത്തിരിക്കാം, അല്ലെങ്കിൽ ഇവൻ മരിക്കുന്നത് വരെ കാത്തിരിക്കാം, അതോടെ ശല്യം തീരും എന്ന് നിഷേധികൾ പറഞ്ഞു. ആയത്ത് 26, ഖാല റബ്ബിൻസുർനീ ബിമാ കദ്ദബൂൻ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബേ, ഇവരെന്നെ കളവാക്കിയതിനാൽ എന്നെ നീ സഹായിക്കണമേ. ആയത്ത് 27, ഫഔഹൈനാ ഇലൈഹി, അപ്പോൾ അദ്ദേഹത്തിന് നാം ബോധനം നൽകി. അനിസ്നാഇൽ ഫുൽക ബിഅയുനിനാ വവഹ്യിനാ, നമ്മുടെ കൺമുമ്പിലും നമ്മുടെ ബോധനമനുസരിച്ചും കപ്പലുണ്ടാക്കുക എന്ന്. കപ്പലുണ്ടാക്കാൻ കൽപ്പിച്ചു. എങ്ങനെയാണ് കപ്പലുണ്ടാക്കുകയെന്ന് യാതൊരു അറിവും മുൻ പരിചയവുമില്ല. അതുകൊണ്ട് അള്ളാഹു അറിയിച്ചു, നാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോഴപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, വിഷമിക്കേണ്ട. ഫഇദാ ജാഅ അംറുനാ, അങ്ങനെ നമ്മുടെ കൽപ്പന വരുമ്പോൾ, വഫാറത്ത് തനൂറു, അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടുകയും ചെയ്യുമ്പോൾ, അതായത് അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടി എന്ന് തന്നെ, അടുപ്പ് സാധാരണ വെള്ളത്തിൽ നിന്ന് മുക്തമായ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പോൾ അടുപ്പ് സാധാരണ വെള്ളത്തിൽ നിന്ന് മുക്തമായ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പോൾ അടുപ്പിൻ്റെ ഉള്ളിൽ ഉറവ് പൊട്ടൽ അസാധാരണമാണ്. ആ അസാധാരണത്വം സംഭവിച്ചു. ഇത് പറഞ്ഞവർ അതുപോലെ ചെയ്യാൻ കഴിവുള്ളവനാണ്. എന്നാൽ സി എൻ മൗലവി ഇവിടെ പ്രകൃതിയുടെ അടുപ്പ് തിളച്ചു പൊങ്ങി എന്നാണ് അർത്ഥം എഴുതിയത്. പ്രകൃതിയുടെ അടുപ്പ് എന്ന് പറയുന്നത് ആലങ്കാരികമാണ്. ഇടതടവില്ലാതെ മഴ പെയ്യുക നിമിത്തം കണക്കില്ലാതെ ഉറവുകൾ പൊട്ടിയൊലിച്ചു എന്നാണ് ഇതിൻ്റെ സാരമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. പേജ് നമ്പർ 1197. ഖുർആനിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അത് ശരിയല്ല. അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടി എന്ന് അർത്ഥം വെക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പ്രകടവും വ്യക്തവുമായ അർത്ഥം മനസ്സിലാക്കുന്നതിന് ഇവിടെ പ്രയാസമൊന്നുമില്ല. അങ്ങനെ സംഭവിക്കുന്നത് അസാധ്യമോ അസംഭവ്യമോ അല്ല. പിന്നെ എന്തിന് ആലങ്കാരികമാക്കണം? ഫസ്ലുക് ഫിഹാ, നീ അതിൽ പ്രവേശിപ്പിക്കുക. മിൻ കുല്ലി സൗജൈനി ഇസ്നൈനി വഅഹ്ലക, നിന്റെ കുടുംബത്തെയും എല്ലാറ്റിൽ നിന്നും ഈ രണ്ട് ഇണകളെയും. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും, അവരിൽ നിന്ന് ആരെല്ലാം സംബന്ധിച്ച് വാക്ക് മുൻകടന്നിട്ടുണ്ടോ അവരെ ഒഴികെ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയും മകനുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഖുർആൻ തന്നെ തെളിയിക്കുന്നു. അതിനു പുറമെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. സി എൻ മൗലവിയുടെ എഴുതിയത് ഇപ്രകാരമാണ്: കപ്പലിൽ കുറേ ദിവസം കഴിച്ചു കൂട്ടേണ്ടതുള്ളതിനാൽ അന്നത്തെ ആവശ്യത്തിലേക്ക് വേണ്ട സാധനങ്ങൾ ഈ 2 കയറ്റാൻ പറഞ്ഞു. എവിടെ നിന്നാണാവോ അദ്ദേഹത്തിന് ഇത് കിട്ടിയത്? എല്ലാ ജീവികളിൽ നിന്നും ആൺപെൺ ഇങ്ങനെ 2 കയറ്റാൻ പറഞ്ഞു എന്നാണ് മുഫസ്സിറുകളൊക്കെ പറഞ്ഞത്. കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മക്കളായ സാം, ഹാം, യാഫേദ് എന്നിവരും ഭാര്യമാരും തൻ്റെ ഒരു ഭാര്യ അടക്കം 80 പേരാണ് ഉണ്ടായിരുന്നതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി റിപ്പോർട്ടുണ്ട്. പിന്നീടുണ്ടായ മനുഷ്യരെല്ലാം ഇവരുടെ സന്തതികളായി പിറന്നവരാണെന്നും ആ റിപ്പോർട്ടിൽ കാണാം. അല്ലാഹു അഅലം. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു, അക്രമികളായിട്ടുള്ളവരെ സംബന്ധിച്ച് എന്നോട് നീ സംസാരിക്കരുത്.
അതായത് അവരെ സംബന്ധിച്ച് എന്നോട് ശുപാർശ പറയരുത്. ഇന്നഹും മുഗ്റഖൂൻ, നിശ്ചയമായും അവർ മുക്കിക്കൊല്ലപ്പെടുന്നവരാകുന്നു. ഫഇദ സ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽകി, ആയത്ത് 28. അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ ഫഖുലിൽ ഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, നീ പറയുക, അക്രമികളായ ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച അല്ലാഹുവിന് സർവസ്തുതിയും. ആയത്ത് 29. വഖുർ റബ്ബി അൻസിൽനി മുൻസലം മുബാറക, എൻ്റെ റബ്ബേ, വളരെ ഗുണം വർദ്ധിച്ച ഒരു സ്ഥാനത്ത് എന്നെ നീ ഇറക്കിത്തരണമേ എന്നും പ്രാർത്ഥിക്കുക. വ അൻത ഖൈറുൽ മുൻസിലീൻ, ഇറക്കിത്തരുന്നവരിൽ നീ ഏറ്റവും ഉത്തമനാണല്ലോ. പേജ് നമ്പർ 1198. ലോകവ്യാപകമായ വെള്ളപ്പൊക്കത്തിൽ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം വറ്റിയാൽ എവിടെയാണ് താമസം ഉറപ്പിക്കേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ആ കാര്യം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആയത്ത് 30. ഇന്ന ഫീ ദാലിക ലആയാതിൻ, നിശ്ചയമായും അതിൽ വളരെ ദൃഷ്ടാന്തങ്ങളുണ്ട്. വ ഇൻ കുന്നാ ലമുബ്തലീൻ, നിശ്ചയമായും നാം പരീക്ഷിക്കുന്നവരാകുന്നു. ആയത്ത് 31. ثم أنشأنا من بعدهم قرنا آخرين, പിന്നെ അവരുടെ പിറകെ മറ്റൊരു തലമുറയെ നാം വളർത്തിയെടുത്തു. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 742, സൂറത്ത് അൽ മുഅ്മിനൂൻ ആയത്ത് 32, പേജ് നമ്പർ 1198. ഫഅർസൽനാ ഫീഹിം റസൂലൻ മിൻഹും, അങ്ങനെ നാം അവരിൽ നിന്നൊരു ദൂതനെ അവരെ നിയോഗിച്ചു. അവരിൽ നിന്ന് എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്ന് അവർക്ക് നല്ല പരിചയമുള്ള ഒരാളാണെന്ന് സാരം. പരിചയമില്ലാത്ത ഒരു പുതിയ ആളല്ല. അനിഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയും എന്ന് അദ്ദേഹം പറഞ്ഞു. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് ആ പ്രവാചകൻ പറഞ്ഞു. ഇത് സ്വാലിഹ് നബി അലൈഹിസ്സലാമയും സമൂദ് സമുദായവുമാണെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ആയത്ത് 33. അദ്ദേഹത്തിന്റെ ജനങ്ങളിൽപ്പെട്ട പ്രധാനികൾ പറഞ്ഞു, അല്ലദീന കഫറു വകദബു ബിലിഖാഇൽ ആഖിറതി, നിഷേധിക്കുകയും പരലോകത്തെ കൂടിക്കാഴ്ച കളവാക്കുകയും ചെയ്തവരായ വഅതുറഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ഹലോക ജീവിതത്തിൽ നാം സുഖാഡംബരം നൽകുകയും ചെയ്തവർ പറഞ്ഞു, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഇയാൾ. യഅകുലു മിമ്മാ തഅകുലൂന മിൻഹു, നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് അയാൾ തിന്നുന്നു. വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നതിൽ നിന്ന് അയാൾ കുടിക്കുകയും ചെയ്യുന്നു. ഭക്ഷണപാനീയങ്ങൾ കൂടാതെ ജീവിക്കാൻ അയാൾക്ക് സാധ്യമല്ല. നമ്മളെപ്പോലെ തന്നെ, നമ്മളെക്കാൾ ഒരു പ്രത്യേകതയും ശ്രേഷ്ഠതയും അയാൾക്കില്ല. പേജ് നമ്പർ 1199, ആയത്ത് 34. വലഇൻ അത്അതും ബശറൻ മിസ്ലക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം ഇന്നക്കും ഇദല്ല ഖാസിറൂൻ, അപ്പോൾ നിങ്ങൾ നഷ്ടക്കാർ തന്നെയാകുന്നു. ആയത്ത് 35. അയഇദുക്കും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇദാമ അന്നകും മുഖ്റജൂൻ, നിങ്ങൾ മരിച്ചു മണ്ണും എല്ലുമായി പോയാൽ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നവരാണെന്ന് ഇദ്ദേഹം നിങ്ങളെ താക്കീത് നൽകുകയാണോ? ആയത്ത് 36. ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, നിങ്ങൾ താക്കീത് ചെയ്യപ്പെടുന്ന വിഷയം എത്ര വിദൂരം, എത്ര വിദൂരം, അതൊരിക്കലും നടപ്പില്ല, വെറുതെ പറയുന്നതാണ്. ആയത്ത് 37. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ, ജീവിതമെന്നത് ഇഹലോക ജീവിതം മാത്രമാകുന്നു, നമ്മൾ മരിക്കുന്നു, ജീവിക്കുന്നു. വമാ നഹ്നു ബിമബ്ഊസീൻ, ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നവരല്ല തന്നെ. ആയത്ത് 38. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ച ഒരു പുരുഷൻ മാത്രമാണ് അയാൾ. വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ, ഞങ്ങൾ ഒരിക്കലും അയാളെ വിശ്വസിക്കുന്നവരല്ല തന്നെ എന്നൊക്കെ അവരിൽപ്പെട്ട നേതാക്കൾ പറഞ്ഞു. അതായത്
33 ആയത്ത് മുതൽ ഈ 38 ആയത്ത് വരെ അവർ പറഞ്ഞ കാര്യങ്ങൾ ആ സത്യനിഷേധികളിലെ പ്രമുഖന്മാർ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ആയത്ത് 39 ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. ആ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ റബ്ബേ, ഇവർ എന്നെ കളവാക്കിയതിനാൽ നീ എന്നെ സഹായിക്കണേ. ആയത്ത് 40 ഖാല അമ്മാ ഖലീലിൻ ലയുസ്ബിഹുന്ന നാദിമീൻ. അല്ലാഹു പറഞ്ഞു, അല്പം കഴിഞ്ഞിട്ട് അവർ ഖേദിക്കുന്നവരായിത്തീരും. ആയത്ത് 41 ഫഅഖദതുഹുമുസ് സ്വൈഹതു ബിൽ ഹഖ്. അപ്പോൾ ഭയങ്കര ശബ്ദം യഥാർത്ഥമായും അവരെ പിടികൂടി. ഫജഅൽനാഹും ഗുസാഅ. അങ്ങനെ അവരെ നാം ചവറാക്കി കളഞ്ഞു. ഫബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അപ്പോൾ അക്രമികളായ ജനത അകലെ അകലെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകലെ എന്ന് സാരം. പേജ് നമ്പർ 1200, ആയത്ത് 42 പിന്നെ അവരുടെ പിറകെ വേറെ സമുദായങ്ങളെ നാം വളർത്തിയെടുത്തു. സൂറത്തുൽ അറാഫിലും സൂറത്തുൽ ഹൂദിലും ഇങ്ങനെ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ആയത്ത് 43 മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹാ. യാതൊരു സമുദായവും അതിൻ്റെ അവധിയെ മുൻകടക്കുകയില്ല. വമാ യസ്തഖിറൂൻ. അവർ പുറകോട്ട് പോവുകയുമില്ല. അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം കൃത്യസമയത്ത് തന്നെ ശിക്ഷ നടക്കുന്നതാകുന്നു. ആയത്ത് 44 പിന്നെ നമ്മുടെ ദൂതന്മാരെ തുടരെ നാം നിയോഗിച്ചു. ഓരോ സമുദായവും അവരുടെ ദൂതൻ അവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി. എന്താണ് ആ ദൂതന്മാർ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ തയ്യാറായില്ല. മനസ്സിലാക്കിയത് അംഗീകരിക്കാനും തയ്യാറായില്ല. റസൂൽ പറഞ്ഞത് ഒറ്റയടിക്ക് പച്ചക്കള്ളമാണെന്നവർ വാദിച്ചു. അപ്പോൾ അവരിൽ ചിലരെ മറ്റു ചിലരുടെ പിൻഗാമികളാക്കി. അവരെ നാം സംസാര വിഷയമാക്കുകയും ചെയ്തു. പല സമുദായങ്ങളെയും പാടേ നശിപ്പിച്ചു. അവർ ജനങ്ങളുടെ സംസാര വിഷയമായി തീർന്നു. അതിനാൽ വിശ്വസിക്കാത്ത ജനതയ്ക്ക് നാശം. ആര് പറഞ്ഞാലും എന്താണ് പറയുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കുകയും യാഥാർത്ഥ്യമായി മനസ്സിലാകുന്നത് അംഗീകരിക്കുകയും ചെയ്യലാണ് വേണ്ടത്. കെട്ടപാട തള്ളിക്കളയിൽ ഒരിക്കലും ശരിയല്ല. അവരെ കൈയൊഴിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 743, സൂറത്തു അൽ മുഅ്മിനൂൻ, ആയത്ത് 45, പേജ് നമ്പർ 1200. ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين. പിന്നെ മൂസയെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി നാം നിയോഗിച്ചു. ആയത്ത് 46 ഇലാ ഫിർഔന വമലഇഹി. ഫിർഔന്റെയും അവൻ്റെ സഭക്കാരുടെയും നേരെ. ഫസ്തക്ബറൂ. അപ്പോൾ അവർ അഹങ്കരിച്ചു. വകാനൂ ഖൗമൻ അലീൻ. അവർ പൊങ്ങച്ചം കാണിക്കുന്ന ഒരു ജനതയായിരുന്നു. പേജ് നമ്പർ 1201, ആയത്ത് 47. ഫഖാലൂ അനുമിനു ലിബശറൈനി മിസ്ലിനാ. അങ്ങനെ അവർ പറഞ്ഞു, നമ്മളെപ്പോലുള്ള 2 മനുഷ്യർക്ക് നാം വിശ്വാസമർപ്പിക്കുകയോ? അതൊരിക്കലും ശരിയല്ലല്ലോ. നമ്മൾ ഇവിടെ ഏറ്റവും ഉന്നതന്മാരല്ലേ. വഖൗമുഹുമാ ലനാ ആബിദൂൻ. അവർ 2 പേരുടെയും ജനതയാകട്ടെ നമ്മെ ആരാധിക്കുന്നവരുമാണല്ലോ. ഇങ്ങനെ പറയാൻ കാരണം ബനൂ ഇസ്രായേൽ ഫിർഔനെ ആരാധിക്കണമെന്ന് അവൻ പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരായി ഒന്നും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഫിർഔൻ കുടുംബക്കാരാണ് മറ്റേ സമൂഹം. അപ്പോൾ ബനൂ ഇസ്രായേൽ ഫിർഔനെ ആരാധിക്കുന്നു എന്ന് ഇങ്ങനെ ബിംബിളക്കിയതാണ്. ഓരോ വ്യക്തിയും ആരാധിക്കുന്നു എന്നല്ല, ഇവിടെ അടിമവേല ചെയ്യുന്നവരാണ് എന്ന് ചിലർ അർത്ഥം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിമവേല ശിർക്കാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് തെറ്റിപ്പോയതാകുന്നു. അടിമവേല നിർബന്ധമായതും അനുവദനീയമായതും രണ്ടും ഉണ്ട്. ആയത്ത് 48 അങ്ങനെ അവരിരുവരെയും അവർ കളവാക്കി. അവർ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. ഇവിടെ ഇതിലുള്ളതല്ല, അതായത് അടിമവേല, അത്
നിർബന്ധമായതും അനുവദനീയമായതും ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം ലോകത്തെവിടെയും അടിമ വ്യവസ്ഥ ഉള്ളതായിട്ട് അറിയപ്പെടുന്നില്ല, അത് പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനെയും അടിമയാക്കാൻ ഒരാൾക്കും ഇസ്ലാം അനുമതി നൽകുന്നില്ല. മാത്രമല്ല അടിമത്വ വ്യവസ്ഥയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് ധാരാളമായിട്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇസ്ലാമിക ചരിത്രത്തിലുടനീളം ഹദീസുകളിലും ഒക്കെ നമുക്ക് കാണാവുന്നത് ഇസ്ലാം അനുവദിച്ച ഒരു അടിമ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മുമ്പേ ഉണ്ടായിരുന്നു. ആ അടിമ വ്യവസ്ഥയുടെ പ്രയാസങ്ങളെ ലഘൂകരിക്കുന്ന വിധത്തിൽ അതിനെ പൂർണ്ണമായി നിരോധിക്കാതിരിക്കുക മാത്രമാണ് ഇസ്ലാം ചെയ്തത്. അതാണ് അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവരെ പ്രയാസപ്പെടുത്തുന്ന ജോലികൾ നിങ്ങൾ ചെയ്യിക്കരുത്. അങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. അപ്പം യജമാനൻ അടിമയെ സഹായിക്കുക ജോലിയിൽ എന്ന് പറയുമ്പം അത്തരമൊരു അടിമ വ്യവസ്ഥ അല്ലല്ലോ നമ്മൾ അടിമ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ആഫ്രിക്കയിലൊക്കെ നിലനിന്നിരുന്ന തരത്തിലുള്ള ഒരു തരം അടിമ വ്യവസ്ഥ, ആളുകളെ പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തി അങ്ങനെയുള്ളൊരു അടിമ വ്യവസ്ഥ ഇസ്ലാം അംഗീകരിച്ചിട്ട് തന്നെയില്ല. ആയത്ത് 48 അങ്ങനെ അവരിരുവരെയും അവർ കളവാക്കി, അവർ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. 49 ആയത്ത് വലഖദ് ആതൈനാ മൂസൽ കിതാബ, മൂസാക്ക് നാം വേദം കൊടുത്തിട്ടുണ്ട്. ലഅല്ലഹും യഹ്തദൂൻ, അവർ നേർമാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി. അവർ നേർമാർഗം പ്രാപിക്കാൻ തക്കവണ്ണമുള്ള വേദമാണത്. അവർ നേർമാർഗം പ്രാപിക്കണമെന്ന് ഉദ്ദേശിച്ച് കൊടുത്തു എന്ന് ചിലർ അർത്ഥം പറയാറുണ്ട്. അത് ശരിയല്ല. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും വ്യത്യാസം വരികയില്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു കൊടുത്ത വേദഗ്രന്ഥത്തിൽ അനുയായികൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ലോകം കണ്ടറിഞ്ഞതാണല്ലോ. ആയത്ത് 50 മറിയമിൻ്റെ മകനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കി. രണ്ടുപേരും യഥാർത്ഥത്തിൽ ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ ഒരു ദൃഷ്ടാന്തം എന്നത് ഏകവചനമാക്കി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അള്ളാഹുവിനറിയാം. അവരെ രണ്ടുപേരെയും സ്ഥിരതാമസത്തിന് സൗകര്യവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയും ഉള്ള ഒരു പീഠഭൂമിയിലേക്ക് നാം അഭയം നൽകുകയും ചെയ്തു. സുഖമായി കഴിയാൻ പറ്റിയ പീഠഭൂമിയിൽ അവരെ നാം പാർപ്പിച്ചു. ശത്രുഭയം കൂടാതെ അവർ അവിടെ ജീവിച്ചു പോന്നു. അത് ബൈത്തുൽ മഖ്ദിസ് ആണെന്നും ഫലസ്തീനിലെ റാമല്ലയാണെന്നും ഈജിപ്തിലാണെന്നും ദിമഷ്ക് അഥവാ ഡമസ്കസിലാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമയിലും ഉമ്മയിലുമുള്ള ദൃഷ്ടാന്തങ്ങൾ ആലു ഇമ്രാൻ, മറിയം സൂറത്തുകളിൽ വിവരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നിലവിൽ വരാൻ അടുത്തപ്പോൾ ഖാദിയാനിയായിരുന്ന വിദേശകാര്യമന്ത്രി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ലാഹോറിൽ ഒരു പീഠഭൂമി ഏറ്റുവാങ്ങി തങ്ങൾ മിർസ ഗുലാം അഹമ്മദിൻ്റെ ആളുകളാണെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ആ ഭൂമിക്ക് റബ്വ എന്ന് പേരിട്ടു. അവർ അവിടെ മനോഹരമായൊരു പട്ടണമുണ്ടാക്കി. യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാലയങ്ങളും ആശുപത്രികളും ആവശ്യമായ എല്ലാ സ്ഥാപനങ്ങളും നിർമ്മിച്ചു. പിന്നീട് ഒരു കൂട്ടം വിപ്ലവകാരികൾ അവരുടെ നേരെ തിരിഞ്ഞ് കുറേ നാശനഷ്ടങ്ങൾ ഏൽപ്പിച്ചു അത്രേ. കള്ളവാദികൾ പേരിലെങ്കിലും ഒരു സാമ്യമുണ്ടാക്കാൻ ശ്രമിച്ചതാണ്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 744, സൂറത്തുൽ മുഅ്മിനൂൻ ആയത്ത് 51, പേജ് നമ്പർ 1202. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി, ഹേ ദൂതന്മാരെ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വഅമലു സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഞാൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നിഷിദ്ധമായ മാർഗങ്ങളിൽ സമ്പാദിച്ച ഭക്ഷണപാനീയങ്ങൾ തിന്നുണ്ടായ ശരീരഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അത്തരക്കാരുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ലെന്നും സൂചിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. ആയത്ത് 52 വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, നിശ്ചയമായും ഇത് നിങ്ങളുടെ സമുദായമാകുന്നു. ഉമ്മതൻ വാഹിദതൻ, ഒറ്റ സമുദായം. വഅന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവുമാകുന്നു. ഫത്തഖൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് സൂക്ഷ്മത പാലിക്കുകയും എൻ്റെ വെറുപ്പിന് കാരണമാകുന്നതൊന്നും ചെയ്യരുത്. ആയത്ത് 53
ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറ. അവർ കക്ഷികളായി പിരിഞ്ഞ് അവരുടെ കാര്യത്തിൽ ഭിന്നിച്ചു. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോ കക്ഷിയും അവരുടെ അടുക്കലുള്ളതിൽ സന്തോഷിക്കുന്നവരാകുന്നു. വിവിധ ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിച്ചിട്ടുള്ള കക്ഷികളും സംഘടനകളും അവരവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു. തങ്ങളുടെ ആദർശങ്ങളും തത്വങ്ങളുമാണ് ശരിയെന്ന് വാദിക്കുകയും അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇവരുടേത് ശരിയല്ലെന്നു അവരൊക്കെ പറയുന്നു. ഇക്കാര്യമാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തിൽ സമുദായം ഒരേ ആദർശത്തിൽ യോജിച്ചു, ഒരൊറ്റ അണിയായി നിന്നു. പിന്നെ പല കക്ഷികളായി പിരിഞ്ഞു. ഓരോ കക്ഷിയും ഓരോ പുതിയ ആദർശം സ്വീകരിച്ച് അതിൽ വാശിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പിന്നെ കുറെ കാലം വരെയും ഒരൊറ്റ കക്ഷിയായിരുന്നു. പിന്നെ ഷിയാക്കൾ പുറപ്പെട്ടു. ഒരൊറ്റ കക്ഷി, അതായത് ഒറ്റ കക്ഷിയായിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഒറ്റ കക്ഷിയായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖിലാഫത്തിൻ്റെ അവകാശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവ് അലിയാണെന്ന് പറഞ്ഞു. അലിയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അതായത് അദ്ദേഹം പറഞ്ഞതല്ല, ചില കക്ഷികൾ ഷിയഅത്തു അലി എന്ന് പറഞ്ഞിട്ട് ഷിയാക്കൾ അത് വാദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് കളവ് പറഞ്ഞു. അത് വളരെ ശക്തിയുള്ള ഒരു കക്ഷിയായി തീർന്നു. പിന്നെ വേറെയും പല കക്ഷികളുണ്ടായി. അതിനു പുറമെ ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി തുടങ്ങിയ 4 മദ്ഹബുകൾ വന്ന് അന്ധമായ അനുകരണം വ്യാപകമായി. കാര്യം ആകെ സങ്കീർണമായി തീർന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി എന്തെങ്കിലും യോജിപ്പിലും സന്മാർഗത്തിലും എത്തുമോ? അല്ലാഹു അഅലം. അതായത് ഇവിടെ മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ അവരാരും അവരെ അന്ധമായി തഖ്ലീദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അവർ ചില വിഷയങ്ങളിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നസ്സായിട്ട് നേർക്കുനേരെ കിട്ടാത്ത ചില കാര്യങ്ങൾ അതിൽ നിന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന, ഇജ്തിഹാദ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ചില ശാഖാപരമായ വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങളായി അത് അവരുടെ അനുയായികൾ ആ മദ്ഹബ് എന്ന പേരിൽ അത് ക്രോഡീകരിച്ചു എന്നതാണ് സത്യം. അതല്ലാതെ ഇന്ന മദ്ഹബ് തന്നെ പിന്തുടരണം എന്ന് അവരാരും നിഷ്കർഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ഹദീസ് സ്വഹീഹായിട്ട് സ്ഥിരപ്പെട്ട് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ അഭിപ്രായം തള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം സ്വീകരിക്കണമെന്ന് മദ്ഹബിൻ്റെ ഇമാമുകളൊക്കെ പലതരത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് വ്യക്തമായ രേഖകൾ കാണാം. ആയത്ത് 54, പേജ് നമ്പർ 1203. ഫദർഹും ഫി ഗംറതിഹിം ഹത്താ ഹീൻ. അതിനാൽ അവരെ ഒരു സമയം വരെ അവരുടെ ദുർമാർഗത്തിൽ വിട്ടേക്കുക. അവർ ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളട്ടെ. അവർ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വരുന്നത് വരെ അവരൊരിക്കലും നേർവഴിയിലേക്ക് വരികയില്ല. ആയത്ത് 55. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. ധനം കൊണ്ടും മക്കളെ കൊണ്ടും അവരെ നാം സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവർ വിചാരിക്കുകയാണോ? ആയത്ത് 56. നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്. നന്മകളിൽ അവർക്ക് നാം ധൃതി കൂട്ടുന്നതാണെന്ന് ബല്ലാ യശഊറൂൻ. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല. ഈ ലോകത്ത് അവർക്ക് സമ്പത്തും മക്കളും കൊടുത്തത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, മറിച്ച് അവരെ പരീക്ഷിക്കുന്നതിനാണ്. ആരെയെങ്കിലും ഇങ്ങനെ സഹായിക്കുന്നത് അള്ളാഹുവിന് അവരോടുള്ള സ്നേഹം നിമിത്തമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹു അവൻ്റെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ശത്രുക്കൾക്ക് കൂടുതൽ നൽകുന്നു. സൂറത്ത് സുഹ്റഫിൽ 32 മുതൽ 35 വരെ ആയത്തുകളിലായി ഇത് വിശദീകരിക്കുന്നു. മനുഷ്യരെയെല്ലാം ഒരേ തരത്തിലുള്ള ദുഷിച്ച സമുദായമായി പോകുമായിരുന്നില്ലെങ്കിൽ മഹാകാരുണികൻ അവിശ്വാസികൾക്ക് അവരുടെ വീടുകൾക്ക് വെള്ളി കൊണ്ടുള്ള വാതിലുകളും ചാരു കട്ടിലുകളും കൂടാതെ സ്വർണം കൊണ്ടുള്ള അലങ്കാരങ്ങളും നൽകുമായിരുന്നു. നിഷേധികൾക്ക് ഈ വിധം കൊടുത്താൽ ദുർമോഹം നിമിത്തം മനുഷ്യരെല്ലാം അവരെപ്പോലെ അയക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ആയത്ത് 57. ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ. നിശ്ചയമായും റബ്ബിനെ പേടിച്ചത് നിമിത്തം നടുങ്ങുന്നവർ. ആയത്ത് 58. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുമിനൂൻ. തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും. ആയത്ത് 59. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. തങ്ങളുടെ റബ്ബിനോട് മറ്റാരെയും പങ്കു ചേർക്കാത്തവരും. ആയത്ത് 60. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. തങ്ങൾ റബ്ബിങ്കിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണെന്നുള്ളതിനാൽ മനസ്സിൽ ശക്തിയായ ഭയപ്പാടോടുകൂടി ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരും. പുണ്യകർമ്മങ്ങളും ദാനധർമ്മങ്ങളും നിർവഹിക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന് ഭയപ്പെടുക.
അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അതിനെപ്പറ്റി മനസ്സിൽ സന്തോഷിക്കുകയും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിത് ചെയ്യാൻ സാധിച്ചു എന്ന് വിനയപൂർവ്വം ആശ്വസിക്കുകയും മാത്രമേ പാടുള്ളൂ. അഭിമാനം കൊള്ളൽ നല്ലതല്ല. ആയത്ത് 61. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ പുണ്യങ്ങളിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ. പേജ് നമ്പർ 1204. വഹും ലഹാ സാബിഖൂൻ, അതിനു വേണ്ടി മുന്നോട്ട് കുതിച്ചെത്തുന്നവരുമാണ് അവർ.